മനുഷ്യൻ്റെ ചാവ് എന്ന് പറയുന്നത് രണ്ട് പ്രകാരത്തിലുണ്ട്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയേണ്ടതാണ്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഞാൻ പറയുകയാണെങ്കിൽ, മനുഷ്യൻ വന്നിട്ട് ഒന്നുമല്ലെങ്കിലോ നരകത്തിൽ പോകണം. ആ നരകത്തിൻ്റെ അടയാളം അത് വേറെ കേട്ടുക്കോ. അപ്പോൾ ആ നരകത്തിന് പോയി വെച്ച് അതിൻ്റെ ഒരു അടയാളമുണ്ട്. കാലൻ്റെ കയ്യിൽ മാട്ടിയാൽ, കാലൻ ച യമൻ, യമൻ്റെ കയ്യിൽ പെട്ടാൽ അവൻ അടുത്ത് നുറുക്കി കൊണ്ടുപോകും. ഇറുക്കി കസപ്പ് ജലം വെളിയാക്കി അത് വന്നിട്ട് തീട്ടായി അവൻ നെറുക്കേ ആ മനുഷ്യവിത്തിനെ അവൻ നെറുക്കണം. അപ്പോൾ അത് പുണം എന്ന് പറയും, ശവം മലയാളത്തിൽ പറയും. അത് ശവമായി. ഇനി ഒരു ചാവ്, അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ദൈവമേ വന്ന് കാലന് യമനുക്ക് അവിടെ വേലയുണ്ടാവില്ല. യമൻ ഭയപ്പെടുവാൻ, കാലൻ ഭയപ്പെടും, കാലൻ പേടിക്കും, കാലന് പേടിയാവും. ദൈവമക്കളായിട്ട് അവർ പറക്ക വയ്ക്കും. അതാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ. എങ്ങനെയാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ? അവൻ ഈശ്വരനോട് ചേർന്നവൻ മനുഷ്യൻ. അല്ലത് മനുനീസൻ എന്ന് പറയും. അത് പറയേണ്ട ആവശ്യമില്ല, വിളിക്കേണ്ട ആവശ്യമില്ല, ചൊല്ലു തേവല്ല. അവൻ ഈശ്വരനാണ് യമങ്ങിട്ട് മാട്ടിക്കുവാൻ. அது எந்த வழியும் மெய் வழியோ சபையோ சாலையோ ஆண்டவங்களையோ வந்து தேட தேவையில்லை. அப்போது சாவா வரம் பெற்ற யமனை மிகைக்கும், யமனை பயமுறுத்தும் ஒரு சாவுண்டு. அந்த சாவான நித்திய தேகமெடுத்து நித்திய ஜீவன், நித்திய வாழ்வுக்கு, பேரின்ப வாழ்வுக்கு போவான்ல, നിത്യ ഉലകത്തിക്ക് നിത്യ ദേഹം തരുന്ന ആ ദേഹം, അതാണ് ജീവപ്രയാണമായി. അത് നല്ല ഒരു ദൈവലോകത്ത് കടന്നു. അവർ അമരരാനാർ, തമിഴിൽ சொல்லுவாங்க. മലയാളത്തിൽ അവർ ദേവർകൾ ദേവലോകത്ത് പോയി കഴിഞ്ഞു എന്ന് പറയും. അപ്പോൾ ദേവലോകത്തിലേക്ക് പോവാനായിട്ടാണ് നമ്മൾ മനുമക്കൾ വന്നത്, ആ നരവിത്തുക്കൾ. അപ്പോൾ മനുവായി വന്ന ഒരു മക്കരൂപത്തിൽ വിത്ത്, മക്കരൂപ വിത്ത് നരവിത്ത്. ആ